ഹലോ ബഡ്ഡീസ്, ഞാൻ ഗുരുവായൂരിലേക്ക് പോവാണ്. ട്രെയിനിലാണിപ്പോൾ ഉള്ളത്. ക്ലൈമറ്റ് നല്ല മഴയായതുകൊണ്ട് തന്നെ കമ്പാർട്ട്മെൻറ്റിൽ അധികം ആളില്ല, ഒട്ടും ആളില്ലെന്ന് തന്നെ പറയാം. അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, ക്ലൈമറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് വെള്ളം പൊങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അറിയില്ല. ഞാൻ അവിടെ വന്ന ശേഷം, എത്തിയ ശേഷം കണ്ടിന്യൂ. രാവിലെ ഈ നടയിൽ ഫുള്ള് വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സാറ്റർഡേ നൈറ്റ് സാധാരണ ഉണ്ടാവുന്നതിലും കൂടുതൽ ആൾക്കാരാണ്. അതായത് മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും എന്താണെങ്കിലും കണ്ണനെ കാണാൻ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റം വരെ എല്ലാവരും എത്തുന്നുണ്ട്. ഒരു തിരക്ക് കുറവുമില്ല. നാളെ നിർമ്മാല്യം ദർശിക്കാനുള്ള ആൾക്കാർ ഓൾറെഡി വന്ന് ക്യൂവിലാണ്. ഒരു തിരക്ക് കുറവില്ല. പൂർവാധികം ഭംഗിയായി വെള്ളം ഇറങ്ങി ഓൾമോസ്റ്റ് എല്ലാം ഇറങ്ങിയിരിക്കുന്നു. ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് അമ്പലം. തിരക്കിനൊന്നും ഒരു കുറവില്ല. മഴയൊന്നും ആരെയും എവിടെയും അഫക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും, അതായത് ഞാൻ നൈറ്റിൽ തന്നെ ഇവിടെ എത്തി. ക്യൂവിൽ നിൽക്കണം. പക്ഷേ അതിന് മുന്നേ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും, അവല്, പിന്നെന്താ താമര, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക്, മുല്ലപ്പൂ അതെനിക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അമ്പലത്തിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈസ് ഇറ്റ് നൈസ് വ്യൂ? എനിക്കിത് ഭയങ്കര, ഇപ്പോൾ രാത്രി വന്ന് ക്യൂ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇരിക്കുന്നു രാവിലെ, അതായത് 3 മണിക്ക് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൃഷ്ണനെ കാണുന്നു. അല്ലെങ്കിൽ നെയ്വിളക്കിൻ്റെ ക്യൂ, ബോത്ത്. ഒന്നിൽ നമ്മുടെ നോർമൽ ക്യൂ നിന്ന് കാണാം, അല്ലെങ്കിൽ 2:15 നിർമ്മാല്യത്തിൻ്റെ ക്യൂ ഓപ്പൺ ആവും, നിർമ്മാല്യത്തിൻ്റെ ക്യൂവിൽ കാണാം. അങ്ങനെയാണ് ഞാൻ നോർമലി കാണുന്നത്. ബുദ്ധിമുട്ടാകില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ക്യൂവിൽ നിൽക്കുന്നതിലോ നെയ്വിളക്കിൻ്റെ ക്യൂവിൽ നിന്നാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. ഐ ഫീൽ ഇറ്റ് കംഫർട്ടബിൾ. നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ കാര്യം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം കാണുന്നത്. അതായത് ATM വാട്ടർ ATM എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ. അതായത് നമ്മൾ പിന്നൊക്കെ അമർത്തി ATMയിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന പോലെ ഇവിടെ 5 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലിറ്റർ കുടിവെള്ളം കിട്ടും. കുടിക്കുന്ന വെള്ളം. പണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്, കുടിക്കുന്ന വെള്ളം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും എന്ന് പറഞ്ഞപ്പം അതേ കാശ് കൊടുത്ത് മിനറൽ വാട്ടർ കുപ്പികളിൽ വാങ്ങിക്കുന്നതല്ലാതെ ATMയിൽ കാശ് നിക്ഷേപിച്ച്, അതായത് 5 ലിറ്റർ വെള്ളത്തിനായി 5 രൂപ നാണയം നിക്ഷേപിക്കുക. എന്നിട്ട് ടാപ്പ് 1 അമർത്തി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരും. അതുപോലെ ഇവിടെ 1 ലിറ്റർ വെള്ളത്തിനാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് 2 രൂപ നാണയം നിക്ഷേപിക്കുക. 2 രൂപയുടെ കോയിന് ഇവിടെ ഇട്ടിട്ട് ഈ 2 അമർത്തി കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം വരും. ഇത് കളക്ട് ചെയ്യണം. നമ്മളൊരു വെസലിൽ കളക്ട് ചെയ്തെടുക്കണം. ഇത് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. നിങ്ങളുടെ കാര്യം ഐ ഡോണ്ട് നോ അബൌട്ട്. ഇറ്റ്സ് പോപ്പുലർ ഇൻ ബാംഗ്ലൂർ ആക്ച്വലി. നിങ്ങൾ ജഡായുവിനെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ദിസ് ഈസ് ദ ജഡായു, ദ എൻട്രൻസ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണൻ്റെ വാഹനമാണ് ജഡായു എന്ന് പറയുന്നത്. ജഡായുവിനെ വന്ദിച്ചിട്ടേ നമുക്ക് ഗുരുവായൂരിലേക്ക് എൻട്രൻസ് ഉള്ളൂ. അതായത് ജഡായു ഭഗവാൻ അദ്ദേഹമാണ് കൃഷ്ണൻ്റെ സാരഥി. കൃഷ്ണനോടൊപ്പം എല്ലായിടത്തും യാത്ര ചെയ്യുന്നത് മഹാവിഷ്ണു നമ്മുടെ ഭഗവാനോടൊപ്പം. അപ്പോൾ ജഡായുവിനെ വന്ദിച്ച ശേഷം മാത്രം ഗുരുവായൂരിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൻ്റെ പിന്നിൽ കാണുന്നതാണ് വിശേഷാൽ ജഡായു ഭഗവാൻ. മഞ്ജുലാൽ എന്ന് പറയുന്ന ആൾ ഡൊണേറ്റ് ചെയ്തതാണ് ഈ വലിയ പ്രതിമ എന്നാണ് അവിടെ ശിലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരീസൊക്കെ വിൽക്കുന്ന, എല്ലാവർക്കും, ജെൻസിനും കുട്ടികൾക്കും ലേഡീസിനും എല്ലാം ഉള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിളാണ്. അപ്പോൾ വന്നിട്ട് നമ്മൾ ന്യൂ ഡ്രസ്സസുമായിട്ടല്ല വന്നത് എന്നുള്ള തോട്ട് പ്രോസസ്സൊന്നും വേണ്ട. വരിക, റിഫ്രഷ് ചെയ്യുക,
ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എല്ലാ കോസ്റ്റ്യൂംസും കിട്ടുന്ന കട, അതായത് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടുന്ന കടകൾ ഇവിടെ അവൈലബിൾ ആണ് അറ്റ് എനി ടൈം എന്നുള്ളതാണ്, 24/7. താമരമൊട്ട് അവൈലബിൾ ആണ്, വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. ചേട്ടാ എങ്ങനെ താമരമൊട്ട് മാത്രം മതി? 20 രൂപ ഒരെണ്ണോട്ട്. എടുത്തോട്ടെ ഇത്? ഓക്കെ, താങ്ക് യു. ജീപേ? ഇത് വടക്കേ നടയിലുള്ള ഒരു 24/7 കഞ്ഞി കിട്ടുന്ന ഒരു കടയാണ്. അതായത് നിങ്ങൾ ഏത് പാതിരാത്രിക്ക് വന്നാലും നട്ടുച്ചയ്ക്ക് വന്നാലും എപ്പോൾ വന്നാലും ഇവിടെ കഞ്ഞി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സോ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വെള്ളം വേണ്ട. കഞ്ഞി ലുക്സ് നൈസ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നോട്ട് ബാഡ്, നൈസ്, ഒന്നും പറയാനില്ല. നല്ല ചൂട് കഞ്ഞി അറ്റ് മിഡ് നൈറ്റ്, നല്ല നട്ടപ്പാതിരാത്രിക്ക് നല്ല കഞ്ഞി. പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതേ ചേട്ടൻ അതിൻ്റെ കൂടെയുള്ള കറിയൊക്കെ കൊണ്ടായിട്ട് വന്നിട്ടുണ്ട്. കറി അത്ര എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുള്ള, ഓൾസോ പപ്പടം ആൻഡ് നമ്മുടെ കൊണ്ടാട്ടം. അങ്ങനെ ഗുരുവായിട്ടുള്ള കഞ്ഞിയും കുടിക്കുകയാണ്. ഒന്നും പറയാനില്ല, അസ്ത്രം ടേസ്റ്റ് ഡിഫറെൻറ്റ്. ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ഇറ്റ് അറ്റ് വടക്കേ നട. നൈസ്.